എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സീരിയൽ താരം സൽമാന്റെയും മേഘയുടെയും വിവാഹം. ഇപ്പൊ അതാണല്ലോ പലയിടത്തെയും സംസാര വിഷയം. 4 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. അതും രജിസ്റ്റർ ഓഫീസിൽ കുറച്ച് സുഹൃത്തുക്കളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട്, മാതാപിതാക്കളൊന്നും പങ്കെടുക്കാതെയാണ് ഇവർ വിവാഹം കഴിച്ചത്. ഇപ്പം ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ഇവരുടെ വിവാഹം ഇത്രത്തോളം ചർച്ചയാകാൻ കാരണമെന്ന്. ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. രണ്ടാളുടെയും പേരിൽ തന്നെയുണ്ട് ഇതിനുള്ള കാരണവും. ഒരാളുടെ പേര് മേഘ, ഒരാളുടെ പേര് സൽമാൻ. ഇത് മാത്രമല്ല കേട്ടോ, ഈ വിവാഹം ഒരു വിവാദമാകാനുള്ള കാര്യം ഇവർ തമ്മിലുള്ള ഏജ് ഗ്യാപ്പാണ്. സൽമാന്റെ പ്രായം എന്ന് പറയുന്നത് 33 വയസ്സാണ്. ഈ മേഘയുടെ പ്രായം എന്ന് പറയുന്നത് 19 വയസ്സാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവർ തമ്മിൽ 14 വയസ്സിന്റെ ഏജ് ഗ്യാപ്പാണുള്ളത്. അതും ഈ കല്യാണം വിവാദമായി മാറാൻ മറ്റൊരു കാരണമായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും ഇവരുടെ കല്യാണ സമയത്ത് ഇവരുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരും ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹാപ്പി ആയിട്ടാണ് ഈ വീഡിയോയിൽ കാണുന്നത്. രണ്ടുപേരും വളരെ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ടാണ് ഈ കല്യാണം നടന്നത്. അത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരു സന്തോഷം രണ്ടുപേരുടെയും മുഖത്ത് നന്നായി പ്രതിഫലിച്ച് തന്നെ കാണുന്നുണ്ട്. അതുപോട്ടെ, ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ആണ് കാണേണ്ടത്. പൂരെ നെഗറ്റീവ് കമന്റ്സ് ആണ് അതിൽ മുഴുവൻ. അതിൽ 1-2 കമന്റ്സ് ഞാൻ വായിച്ചു തരാം. ഹാപ്പി ഫോർ ദിസ് കപ്പിൾ ബട്ട് 33 and 90. ഇതിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഹാപ്പി ഒക്കെയാണ്, പക്ഷെ ഏജ് ഡിഫറൻസ് വലിയതായിട്ട് അംഗീകരിക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ലെന്നാണ് തോന്നുന്നത്. അപ്പൊ അതിനൊരാള് കൊടുത്ത മറുപടി എന്താണെന്ന് നോക്കാം. വാട്ട് അബൌട്ട് നസ്രിയ ആൻഡ് ഫഹദ്, ദേ ആർ ഡിവോഴ്സ് ആണ് പുള്ളിയുടെ കമന്റ്. അതിന് റിപ്ലൈ ആയിട്ട് വന്ന വേറെ കമന്റ്, അവർക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ലേ, ആലോചിച്ച് നടത്തി കൊടുത്തതല്ലേ എന്ന്. ഇങ്ങനെ നീളുന്നു കമന്റ് ബോക്സ്. എന്തായാലും ഇതിൻ്റെതായ ഒരുപാട് കമന്റ്സ് ഉണ്ട്. ഒരുപാട് പേര് അനുകൂലിച്ചും ഒരുപാട് പേര് പ്രതികൂലിച്ചും ഒക്കെയാണ് കമന്റ്സ് വരുന്നത്. അങ്ങനെ ഇതൊക്കെ കണ്ട് ഗത്യന്തരമില്ലാതെ നമ്മുടെ വരനായിട്ടുള്ള സൽമാൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും ആ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചു തരാം. ഡിയർ വെൽ വിഷേഴ്സ്, അവരുടെ അച്ഛൻ മാരേജിന് വിളിച്ചു വന്നു. മൈ മം സെറ്റ് ആയി. നിങ്ങൾ ഇവിടെ കിടന്ന് ദയവ് ചെയ്ത് അടികൂടല്ലേ. ആരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. വീട്ടുകാർ വെറുതെ ടെൻഷൻ ആകുന്നു. ഞങ്ങൾ നന്നായി ജീവിച്ചോളാം, നിങ്ങൾ പ്രാർത്ഥിക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു മറുപടി പുള്ളിക്കാരന് പറയേണ്ടി വന്നു എന്നുള്ളതാണ്. എന്ത് പറയാനാണല്ലേ, ഇവർക്കില്ലാത്ത പ്രശ്നമാണ് ഇവരുടെ വീഡിയോ കാണുന്ന ബാക്കിയുള്ളവർക്ക്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു മാരേജിൽ ഈ 19 വയസ്സുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുന്നതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 19 വയസ്സെന്ന് പറഞ്ഞാൽ ജീവിതം അറിഞ്ഞു തുടങ്ങുന്ന പ്രായമാണ്. ഇനിയും ജീവിതം ഒരുപാട് മുന്നോട്ട് നീണ്ടു നിവർന്ന് കിടക്കുവാണ്. 19 വയസ്സുള്ള ഒരാളുടെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആവശ്യത്തിന് ചോരത്തിളപ്പൊക്കെ കൂടുതലായിരിക്കും. ജീവിതത്തിൽ എവിടെയും എത്തിയിട്ടുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് 19 വയസ്സിൽ കല്യാണം കഴിച്ച ഓരോരുത്തരുടെ ജീവിതം ഏത് രീതിയിലൊക്കെ ആവുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്ക് ഈ 19 വയസ്സുള്ള ഒരാൾ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ഒട്ടും യോജിപ്പില്ല. പക്ഷെ അത് എന്റെ പേഴ്സണൽ താല്പര്യവും പേഴ്സണൽ അഭിപ്രായവുമാണ് കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞാലും ആർക്കൊക്കെ ആരെയൊക്കെ കെട്ടണമെന്നും ഏത് വയസ്സിൽ കെട്ടണമെന്നതെല്ലാം എല്ലാ വ്യക്തികളുടെയും തീരുമാനമാണ്. അതിപ്പോ ഈ പെൺകുട്ടിക്ക് 19ാമത്തെ വയസ്സിൽ കെട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ അത് അവരവരുടെ തീരുമാനമാണ്. അതിൽ രണ്ടാമതൊരാളുടെ റോളിന്റെ ആവശ്യമില്ല. അതൊരാളുടെ വ്യക്തിപരമായ താല്പര്യവും തീരുമാനവുമാണ്. അവിടെ വന്ന അഭിപ്രായം പറയാനായിട്ട് ഞാനും നിങ്ങളും ആരുമല്ല. ഇവിടെ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ 19ാം വയസ്സിലെ കല്യാണവും കാര്യങ്ങളും ഒക്കെ ഈ പബ്ലിക്കിൽ വന്ന് പ്രൊഫൈസ് ചെയ്ത് സംസാരിക്കുമ്പോഴാണ്. സ്വാഭാവികമായിട്ട് ഇവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് ഇൻഫ്ലുവൻസ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യാണ്ടിരുന്നാൽ മാത്രം മതി. അല്ല, നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ടല്ലോ, ഒട്ടുമിക്ക ഫാമിലി ബ്ലോഗേഴ്സിന്റെ അവസ്ഥ എന്താണ്, 19-20 വയസ്സിൽ അങ്ങ് വിളിച്ചോളൂ. എന്നിട്ട് കെട്ടിയിട്ട് പുതിയ യൂട്യൂബ് ചാനലുമായിട്ട് വരും. ഞങ്ങൾ അങ്ങനെ, ഞങ്ങൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ അടിപൊളിയാണ്, ഞങ്ങളുടെ ലവ് സ്റ്റോറി കണ്ടോ, എല്ലാവരും ഞങ്ങളെ മാതൃകയാക്കണമെന്ന നിലയിൽ അങ്ങനെയുള്ള രീതിയിലൊന്നും വരാതിരുന്നാൽ മാത്രം മതി. അതല്ലാതെ നിങ്ങൾ
പ്രൊഫഷൻ ഒക്കെ നോക്കി പോവുകയാണെങ്കിൽ വളരെ നല്ലത്. അതല്ലാതെ പിന്നെ ഇവരുടെ പ്രശ്നമായി പറയുന്നത് ഇവരുടെ മതമാണ്. അങ്ങനെ മതത്തിനെ വിമർശിച്ച് ഒരുപാട് കമന്റ് വേറെയും വന്നിട്ടുണ്ട്. ഞാൻ കൂടുതലൊന്നും വായിക്കുന്നില്ല, അതിൽപ്പെട്ട ഒരു കമന്റ് ഞാൻ വായിച്ചു തരാം. കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയും, ലവ് ജിഹാദ് ആണെന്ന് ചിലരെങ്കിലും പറയും, അതാണ് സത്യവും. ഹയ്യോടെ മോനെ, കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ കമന്റ് ബോക്സ് മൊത്തം നോക്കിയത്. ഇപ്പോഴെങ്കിലും കണ്ടല്ലോ, സന്തോഷം. സാധാരണ ഒരു മുസ്ലിം യുവാവ് ഹിന്ദു യുവതിയെ കല്യാണം കഴിക്കുമ്പോൾ എപ്പോഴും കാണുന്ന ഒരു കമന്റ് ആണല്ലോ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ചോദിച്ചതാണ്. അത് അങ്ങനെ കുറെ ടീംസ് ഇവരൊക്കെ നോക്കി നടക്കുവാണെന്ന് തോന്നുന്നു. എവിടെയൊക്കെ ഒരു മുസ്ലിം യുവാവ് ഹിന്ദു യുവതിയെ കല്യാണം കഴിക്കുന്നു എന്ന്. രാവിലെ തൊട്ട് രാത്രി വരെ ഇവർക്ക് ഇത് തന്നെയാണ് പണിയെന്ന് തോന്നുന്നു. ഇവരോടൊന്നും പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല. മതം തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായവരാണ്. എന്തു പറയാനാണ് ഇവരോടൊക്കെ? മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കെട്ടുന്നുണ്ട്, ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കെട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ കെട്ടുന്നുണ്ട്, ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കെട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാ ജാതിയിലുള്ളവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കല്യാണം കഴിക്കുന്നു. എല്ലാ തരത്തിലുള്ള വിവാഹവും ഇവിടെ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കല്യാണം കഴിച്ചാൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. ഇവരുടെ ഒരു പ്രത്യേക നേരം ചൊറിച്ചിലാണിത്. അതിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ എത്ര പറഞ്ഞാലും അത് മാറാനും പോകുന്നില്ല. അതൊക്കെ മാറേണ്ടതാണെങ്കിൽ എന്നേ മാറേണ്ട സമയം കഴിഞ്ഞു. അതങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മുതലെടുത്ത് നടത്തുന്നത് ഇവിടുത്തെ ഓൺലൈൻ സോഷ്യൽ മീഡിയകളാണ്. എന്തൊക്കെ വാർത്തകളാണ് ഇവർ അടിച്ചിറക്കുന്നതെന്ന് അറിയാമോ? ഞാനിവിടെ 1-2 വാർത്തകളുടെ തമ്മിൽ വായിച്ചു തരാം. ഈ ബന്ധം നമുക്ക് വേണ്ട മോളെ, അച്ഛനും അമ്മയും കരഞ്ഞു പറഞ്ഞിട്ടും മേഘ കേട്ടില്ല. സൽമാനെ കിട്ടിയത് സ്വന്തം ഇഷ്ടപ്രകാരം. പിന്നെ അവരുടെ വീട്ടിൽ പോയി അന്വേഷിച്ച മാതിരിയാണ് വർത്താനം. അച്ഛനും അമ്മയും പറഞ്ഞിട്ട് മേഘ കേട്ടില്ല പോലും. ഇനി അടുത്ത തമ്മിൽ വായിച്ചു തരാം. മേഘ 19 വയസ്സുള്ള കൗമാരക്കാരി, 33 വയസ്സുകാരനായ സൽമാന്റെ 2ാം വിവാഹമാണിത്. ഒരു കുഞ്ഞുമുണ്ട്. മരണവീട് പോലെ തകർന്ന് അച്ഛനും അമ്മയും. ഇങ്ങനെയൊക്കെയാണ് തമ്മിലും വെച്ചിട്ട് ഓരോന്ന് അടിച്ചുവിടുന്നത്. അതായത് അച്ഛനും അമ്മയും ചതിച്ചും കൊണ്ട് വഞ്ചിച്ചും കൊണ്ടാണ് ഇങ്ങനെ ഒരു വിവാഹം നടത്തിയതെന്ന്. മേഘ ഒരു വഞ്ചകിയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതിനൊക്കെയാണെങ്കിൽ നല്ല വ്യൂസും ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ അടിച്ചുവിടുമ്പോൾ അതിന്റെ ഇടയിൽ കമന്റ് ബോക്സിൽ എത്തരത്തിലുള്ള കമന്റുകളാണ് വരുന്നതെന്ന് നമുക്കറിയാലോ. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഒരു കമന്റ് ഞാൻ വായിച്ചു തരാം. 19 വയസ്സ് വരെ വളർത്തിയ അച്ഛനും അമ്മയ്ക്കും ഉള്ള കൂലി കഷ്ടം തന്നെ. ഈ രീതിയിലൊക്കെയാണ് കമന്റുകൾ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഇവർക്ക് സൈബർ ബുള്ളിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഓൺലൈൻ മീഡിയാസ് ശ്രമിക്കുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു വാർത്ത സൃഷ്ടിച്ചാലല്ലേ അവർക്ക് കണ്ടന്റ് കിട്ടുള്ളൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മേഘയും സൽമാനും ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം ഉൾപ്പെടെയാണ് ഈ ഇന്റർവ്യൂവർ ഇവരോട് ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയും ഉണ്ട്. അപ്പൊ ആ വീഡിയോ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്റർകാസ്റ്റിന് ലൈക് ആ ഒരു ഫാക്ടർ ഉണ്ടല്ലോ. അപ്പൊ ലൈക് നിങ്ങൾ വീട്ടിൽ സംസാരിക്കും. ഇപ്പം സൽമാൻ വിളിച്ച് ചോദിച്ചല്ലോ നമുക്ക് കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞപ്പം അതെങ്ങനെയാണ് വീട്ടില് പ്രസന്റ് ചെയ്തത്? അത് വീട്ടില് ഇവളുടെ വീട്ടിൽ ഓൾറെഡി ഇവർക്ക് എന്റെ അടുത്തുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്റെ അടുത്തുള്ള ഒരു സംസാരിക്കാനൊക്കെ അറിയാം, കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. സോ രജിസ്റ്റർ വിവാഹത്തിന്റെ രജിസ്റ്റർ മാരേജിന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും 2ആളുടെ വീട്ടുകാരും ഇല്ല. വിച്ച് മീൻസ് ദാറ്റ് ഒബ്വിയസ്ലി അവിടുന്ന് ഒരു എതിർപ്പുണ്ട്, അല്ലാതെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വെരി ലക്കിലി അല്ലെ, വെരി ലക്കിലി അന്ന് രജിസ്റ്റർ മാരേജിന് അന്ന് ഇവളുടെ അച്ഛൻ വന്നു അവിടെ. അച്ഛനെ കണ്ടപ്പോ പുള്ളിയാര് കുറച്ച് ഷോക്കായി. പിക്ചർ ക്ലിക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് വിളിക്കാൻ ഇതാരോ വിളിക്കാത്തൊരു ഗസ്റ്റ്. പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര കൂളായിരുന്നു. വന്നിട്ട് പറഞ്ഞു എന്തായാലും നിങ്ങൾ ഇത്ര വരെ ആയില്ലേ, സോ നല്ലൊരു ജീവിക്ക് ബ്ലസ് ചെയ്തു. കൂടെ നിന്ന് പിക്ചർ ഒക്കെ എടുത്ത്. പക്ഷെ ആക്ച്വലി ഒരു അബദ്ധം പറ്റി എന്താ വെച്ചാൽ ഞങ്ങൾ പിക്ചർ എടുത്തില്ല. ഞങ്ങളത് റിയലൈസ് ചെയ്യാൻ കുറെ ടൈം എടുത്തു. കാരണം ഒരു പ്രശ്നം ഞങ്ങള് ഉള്ളിന്റെ ഉള്ളിൽ പ്രതീക്ഷിച്ച് നിൽക്കായിരുന്നു ആരെങ്കിലും ഒക്കെ വരുമെന്നുള്ളത്. പക്ഷെ അച്ഛൻ വന്നിട്ട് ഭയങ്കര കൂളായിരുന്നു. പുള്ളിക്ക് അതിന്റെ അടുത്ത് സംസാരിച്ചു, എന്റെ അടുത്ത് സംസാരിച്ചു. മോളെ പൊന്നു പോലെ നോക്കണെന്നൊക്കെ പറഞ്ഞു. പൊന്നല്ലേ? മുക്കുകൊണ്ടാണോ? അപ്പൊ അങ്ങനെയൊക്കെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പൊ അമ്മയുടെ അടുത്ത് സംസാരിച്ചു. പുള്ളിക്കാരിയല്ല, അമ്മയുടെ അടുത്ത് സംസാരിച്ചു. അങ്ങനെ അപ്പൊ എന്റെ വീട്ടിൽ നിന്നും ഇതേപോലുള്ള അല്ലറച്ചില്ലറ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ റീസെന്റ് ഇപ്പൊ ഇന്ന് ഉമ്മച്ചി വിളിച്ച് സംസാരിച്ചു, ഉമ്മച്ചി മെസ്സേജ് ഒക്കെ അയച്ചു. ഇറ്റ്സ് ഓൾ ഗെറ്റിംഗ് ഗുഡ്, ഗോയിങ് ഗുഡ്. കേട്ടില്ലേ? 2 ഫാമിലിയും തമ്മിൽ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. ഓൺലൈൻ മീഡിയ പറഞ്ഞു നടക്കുന്ന മാതിരി പ്രത്യേകിച്ച് ഒരു വിഷയവുമില്ല. പിന്നെ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ആകുമ്പോൾ തുടക്കത്തിലെ ചില ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതില്ലാത്ത കുടുംബങ്ങളൊന്നുമില്ല, അത് സ്വാഭാവികം. പിന്നീട് 2 കുടുംബവും അക്സെപ്റ്റ് ചെയ്തു തുടങ്ങിയെന്നുള്ളതാണ് നല്ല കാര്യം. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. എന്തായാലും തുടർന്നും സൽമാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതും കൂടി കേട്ട് നോക്കാം. എനിക്കറിയില്ല ആൾക്കാർക്ക് ഇപ്പോഴും എന്താണ് ഈ ഏജ് ഡിഫറൻസ്, ഈ ഒരു റിലീജിയൻ ഡിഫറൻസ് ഒക്കെ ഇപ്പോഴും നെഗറ്റീവായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? അതൊന്നും കൊണ്ടല്ല, അവര് വളർന്നു വരുന്ന സാഹചര്യം കൊണ്ടാണ്.
ബാക്കി പറഞ്ഞേട്ടെ. ഇല്ല, അത് ബേസിൽ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അത് നിർത്തിയാൽ വളരെ നല്ലതായിരുന്നു. ഞങ്ങൾക്ക് തമ്മിൽ ഒരു പ്രശ്നമില്ല, ഞങ്ങൾ കൂടുതൽ ആർക്കും പ്രശ്നമില്ല. വി ആർ വെരി ഹാപ്പി ആൻഡ് family is also getting okay with it. all are getting okay with it. ഈ കാസ്റ്റിന്റെ പേരിൽ എന്തെങ്കിലും നെഗറ്റീവ് കോമന്റ്സ് ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഈ വരുന്ന ഒരു 0.5% നെഗറ്റീവ്സ് വരുന്നത് ഈ റിലീജിയനും ഈ ഒരു ഏജ് ഡിഫറൻസ് പിന്നെയും കുഴപ്പമില്ല. റിലീജിയന്റെ ബേസിൽ ഒരുപാടുണ്ട്. ഓക്കെ, അങ്ങനെയൊന്നുമല്ല, നല്ല രീതിയിൽ തന്നെ നെഗറ്റീവ് വരുന്നുണ്ട്. നല്ല രീതിയിൽ നെഗറ്റീവ് കമന്റ് വന്നിട്ടും ഇങ്ങനെ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നത് അത് അവരുടെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് തന്നെയാണ്. അതിനെ അപ്രിഷിയേറ്റ് ചെയ്തേ പറ്റൂ. എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ അല്ലേ. എനിവേ, രണ്ടുപേരും സ്വമേധയായി എടുത്ത തീരുമാനമാണ്. സൽമാന്റെ 2ാം വിവാഹമാണിതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇതിനു മുമ്പുള്ള ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ടാണ് ഈ കെട്ടിയതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് സത്യമാണോ അല്ലേ എന്നൊന്നും അറിയില്ല കേട്ടോ. അതിപ്പോ എന്ത് തന്നെയായാലും രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് മുൻപോട്ട് പോകട്ടെ. ഇപ്പൊ പ്രശ്നം വരാൻ പോകുന്നത് തമ്മിൽ അഥവാ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായി ഡിവോഴ്സ് ചെയ്യുമ്പോഴാണ്. അന്നേരം ഇതൊന്നും ആയിരിക്കില്ല ആൾക്കാർ പറയുക. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, നമുക്ക് അന്നേ ഇതൊക്കെ തോന്നിയതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരും. പിന്നെ ഓൺലൈൻ മീഡിയക്കാരുടെ കാര്യം പറയണ്ടല്ലോ, ഈ ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത കണ്ടായിരുന്നു. കല്യാണം കഴിച്ചു മതം മാറി മേഘ എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു ടൈറ്റിൽ. തുറന്നു നോക്കിയപ്പോൾ എന്താണ്, ഇവര് കല്യാണം കഴിച്ച് ഏതോ റെസ്റ്റോറന്റിൽ പോയി ഒരു ഫുഡ് കഴിക്കുന്ന വീഡിയോ ആണ്. അതിൽ മേഘയുടെ തലയിൽ തുണിയുണ്ട്. അപ്പോഴേക്കും ഇവർ അടിച്ചിറക്കാൻ തുടങ്ങി മേഘ മതം മാറിയെന്ന്. അതായത് ഇവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കി നടക്കുകയാണ് ഓൺലൈൻ മീഡിയക്കാര്. എന്ത് പറയാനാണ് ഇവരോടൊക്കെ? ഇത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. എന്തായാലും രണ്ടുപേരും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക, അതേ എനിക്ക് പറയാനുള്ളത്. എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.